യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നന്മയുള്ള യുവഹൃദയങ്ങളെ തേടിയുള്ള ഈ യാത്രയിൽ കഴിഞ്ഞ പല എപ്പിസോഡുകളിലായി നിങ്ങൾ പലരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു കൂട്ടം യുവാക്കൾക്കിടയിലേക്കാണ്. കുട്ടികളെ നന്മയിലേക്കും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും കൈപിടിച്ചുയർത്തുന്ന കലിഡോസ്കോപ്പിക് ടീൻസ് എന്ന യുവജന കൂട്ടായ്മയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. Kaleidoscopic teens. We the kaleidoscopic teens, finding ways for the right means to make the world a better place. Finding ways for the right means to make the world a better place. Believers, believers, we create a better world. Believers, believers, we create a better world. Dream the dream to bring the change, we being the change itself. Dream the dream to bring the change, we being the change itself. Believers, believers, we create a better world. Believers, believers, we create a better world. നിരവധി വെല്ലുവിളികൾ നേരിടുന്ന കൗമാരം, ചെറിയ പരാജയങ്ങളിൽ പോലും തളർന്നു പോകുന്ന ഈ വരും തലമുറയെ ആത്മീയ ചിന്തകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുവാനും അവരുടെ സർഗശേഷികൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ലോകത്തെ നിറമുള്ളതാക്കുവാനും വരും തലമുറയെ പരിശീലിപ്പിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. സ്വാർത്ഥമോഹങ്ങളില്ലാതെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് ഒരുമിച്ച് കൂടി ഫാദർ ടോം കണ്ണന്താനമച്ചൻ്റെ നേതൃത്വത്തിൽ കാലിഡോസ്കോപ്പിക് എന്ന ദൗത്യവുമായി ഇവർ മുന്നേറുന്നു, നന്മയുള്ള ഭാവി തലമുറയ്ക്കായി. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നന്മയുള്ള യുവഹൃദയങ്ങളെ തേടിയുള്ള ഈ യാത്രയിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കലിഡോസ്കോപ്പിക് ടീൻസ് എന്ന ഈ കൂട്ടായ്മ രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നുള്ളൊരു സമഗ്രമായിട്ടുള്ള വളർച്ചയുടെ ചിന്താഗതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2011 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ ഒരു സർവേ റിപ്പോർട്ട് വായിക്കാനിടയായി. ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു സഹോദര വൈദികൻ അയച്ചു തന്ന റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിലെ 256 സ്കൂളുകളിൽ നടത്തിയ റിപ്പോർട്ടിൽ 12 to 16 ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളിൽ 10 പേരിൽ 4 ആൺകുട്ടികൾ വീതം ആൽക്കഹോളിക് അഡിക്റ്റഡ് ആയിട്ടുണ്ട്, 4 ആൺകുട്ടികളിൽ 1 വീതം പ്രോണോഗ്രഫിക് അഡിക്റ്റഡ് ആണ്, 6 പെൺകുട്ടികളിൽ 1 കുട്ടി വീതം സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൗമാരക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ ധ്യാനങ്ങളും ക്യാമ്പുകളും ഒക്കെ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെങ്കിലും പലതും പരിമിതമാണെന്നുള്ളൊരു തിരിച്ചറിവിൽ ഈ പത്തനംതിട്ട സമീപ പ്രദേശത്തെ വളരെ നല്ലവരായിട്ടുള്ള നന്മ നിറഞ്ഞ ഒരു പറ്റം ചെറുപ്പക്കാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ ചെറുപ്പക്കാർ വഴി എന്ത് ഈ കൗമാരക്കാർക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഏതാണ്ട് 15-17ഓളം പേര് ഇതിൽ സഹകരിക്കുന്നുണ്ട്. എല്ലാവർക്കും പല ജീവിത സാഹചര്യങ്ങളും മേഖലകളും ഉള്ളവരാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവർ വരെ പല ജീവിത തുറകളിലുള്ളവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. ഇവർ പലരും ഇന്നിവിടെ സന്നിഹിതരാകാൻ പറ്റിയിട്ടില്ല, കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. അവരുടെ വിലപിടിച്ച സമയം തിരക്കുകൾക്കിടയിൽ നിന്ന് എല്ലാ വർഷവും ഒരു 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന സമ്മർ ക്യാമ്പ്, അങ്ങനെയുള്ള പല പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഇവർ മാറ്റിവെക്കുന്നുണ്ട്. ഇടയ്ക്കുള്ള ഫോളോ അപ്പ് സെഷൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ വളരെ ഇവർ ഒരുപക്ഷെ ഫെസിലിറ്റേറ്റേഴ്സായിട്ട് ഞങ്ങൾക്ക് വരുന്ന വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ഈ യുവജനങ്ങളാണ്. ഭക്ഷണം, വെള്ളം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് വഴി ഇവർ ഇന്ന് പരിശീലിപ്പിച്ചെടുത്ത ടീനേജേഴ്സ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലിഡോസ്കോപ്പിക് കിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി അവർ ഇപ്പോൾ നേതൃത്വം ഏറ്റെടുത്ത് വരികയാണ്. അപ്പോൾ വളരെ വർണ്ണങ്ങൾ നിറഞ്ഞ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കലിഡോസ്കോപ്പിൽ എന്ന പോലെ ഒരുപാട് വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണങ്ങൾ കണ്ടെത്തുക, ആ വർണ്ണങ്ങൾക്ക്
നാളെ ചിറക് നൽകുക, ഒരു നന്മയുടെ നല്ല ഒരു മരമാക്കി മാറ്റുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു നല്ല തലമുറയെ, ഇനി നാളെ ഈ വരുന്ന ഈ തലമുറയിൽ നിന്ന് ഇവരെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാമെന്നല്ല, നന്മ നിറഞ്ഞ പ്രകാശം പരത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെ രൂപപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ലക്ഷ്യം. ഈ ഒരു കൂട്ടായ്മയിലൂടെ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നാമതായി ഈ യുവജനങ്ങൾക്ക് കുറെ കൂടെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തമായി മറ്റൊരാൾക്ക് തങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു നന്മ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സംതൃപ്തി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 2, ഈ ടീനേജേഴ്സിൻ്റെ ഇടയിൽ അവരെ സ്വയം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിലെ പല പ്രതിസന്ധികളിലേക്കും അവർക്ക് വാതായനങ്ങൾ തുറന്നു കിട്ടുന്നുണ്ട്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ, അവരുടെ അഡിക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇവരെ ഒരു എക്സ്പോഷർ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ വരച്ചൊരു മാപ്പിലൂടെ അല്ല അവർ പോകുന്നത്. അവർ സ്വയം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ രീതിയിൽ അവരെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ഏതാണ്ട് 54 കുട്ടികളോളം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 35 പേരും ഏതാവശ്യത്തിനും ഏത് സമയത്തും സന്നദ്ധരായിട്ടുള്ളൊരു 35 കുട്ടികളുണ്ട്. അതിൽ മറ്റു ചിലർ പഠന ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ഈ 15-17 പേരുടെ ഉത്തരവാദിത്തമാണ്. സമ്മർദ്ദങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിതത്തിൻ്റെ നിറങ്ങൾ തൊട്ടെടുത്ത് മത്സരബുദ്ധി മാറ്റിവെച്ച് സാഹോദര്യത്തിൻ്റെ കരുതലും നിശബ്ദതയുടെ സൗന്ദര്യവും ഒത്തുചേരലിൻ്റെ ഊർജവും ഒന്നുപോലെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന തലമുറ. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ വെളിച്ചം പകരാൻ കഴിയുന്ന ജീവിതങ്ങളെ വാർത്തെടുക്കുക. ഈ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്ന ആത്മീയ വെളിച്ചം കുട്ടികൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സുവിശേഷത്തിൻ്റെ സുഗന്ധമായി ലോകം മുഴുവൻ വ്യാപരിക്കാനും തങ്ങളിലെ ആത്മീയ ഉന്മേഷം, സ്നേഹത്തിൻ്റെ കരുതൽ കുട്ടികൾ ഇന്നും നാളെയും സഹജീവികൾക്ക് പകരാൻ വിവിധ പ്രോഗ്രാമിലൂടെ പരിശീലനം നൽകുകയാണ് കാലിഡോസ്കോപ്പിക് എന്ന ഈ കൂട്ടായ്മയിലൂടെ യുവാക്കൾ. ആത്മീയ വെളിച്ചത്തോടൊപ്പം സമൂഹ നന്മയും പ്രകൃതി സ്നേഹവും കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഈ യുവാക്കൾ വിവിധ ആശുപത്രികളിൽ രക്തദാനമെന്ന മഹത്തായ കർമ്മം നിർവഹിക്കുവാനും ഇതിലൂടെ കുട്ടികൾക്ക് മാതൃകയും സമൂഹ നന്മയും ഇവർ ലക്ഷ്യമിടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്? ഇതൊരു 3 ഘട്ടമായിട്ട് നമ്മൾ ചെയ്തു. പത്തനംതിട്ട കപ്പൂച്ചിൻ ആശ്രമത്തിലാണ് ഒരു കപ്പൂച്ചിൻ ഇനിഷ്യേറ്റീവായിട്ട് നമ്മൾ ആരംഭിച്ചു. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളെ അവരുടെ സ്വയം അവരെ കണ്ടെത്താൻ, അവരുടെ സെൽഫ് എസ്റ്റീം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അവരുടെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്, അവരുടെ സാധ്യതകൾ, അവരുടെ ചലഞ്ചസ്, ഇതൊക്കെ ഞങ്ങൾ അസസ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവരുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഓരോ കുട്ടിയും ഒരു 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് ഓരോ കുട്ടികളിലുമുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് അസസ് ചെയ്തു.
അപ്പോൾ ആ അസസ് ചെയ്ത ഓരോ കുട്ടി നാച്ചുറൽ, കൈനസ്തെറ്റിക്, ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, അങ്ങനെ ഒരു 8 തരത്തിലുള്ള ആ ഇൻ്റലിജൻസ് അസസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവർക്ക് വർക്ക്ഷോപ്പുകൾ നൽകി. ആ വർക്ക്ഷോപ്പുകളിലൂടെ അവരെ സ്വയം ആവിഷ്കരിക്കാൻ പറ്റി. അവരുടെ ജീവിതത്തെ സ്വയം ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ആദ്യം അവർ സ്വയം കണ്ടെത്തിയ ശേഷം അവർ ജീവിതത്തെ സ്വയം ആവിഷ്കരിച്ചു. അതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വളരെ സ്വയം പര്യാപ്തമാണ് മറ്റൊരു മേഖലകളിലേക്ക് പോകാനായിട്ട്. മറ്റ് മേഖലകളിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇടപഴകണം, എങ്ങനെ അവിടെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് അവരുടെ സാധ്യതകളെ ഉപയോഗിക്കാം, എങ്ങനെ മറ്റൊരാളിലേക്ക് കടന്നു ചെല്ലാം, എങ്ങനെ നന്മയുടെ ഒരു പ്രകാശം പരത്താമെന്നുള്ള കാര്യത്തിൽ അവർ എനേബിൾഡാണ്. അവർക്ക് ഈ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആണ് ഈ 15 പേരും ചെയ്യുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഈ ഒരു കൂട്ടായ്മയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ടീം മുഴുവൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. ലക്ഷ്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഞങ്ങളുടെ സ്വപ്നം. ഈ കുട്ടികളൊക്കെ ജീവിതത്തിൽ എന്തായി തീരുക എന്നതിലുപരി ജീവിതത്തിൽ അവരെത്തിപ്പെടുന്ന മേഖലകളിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയെടുക്കുന്നത്. അതിനനുസരിച്ച് അവരുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിന് സഹായിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വരും തലമുറയുടെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കുറേയധികം പരിശീലന പരിപാടികളാണ് നിങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ പരിശീലന പരിപാടികളിലൂടെ കുട്ടികൾക്ക് എന്തൊക്കെ നന്മകളാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ കുട്ടികളുടെയും സമഗ്ര വളർച്ച എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്ന് പറയുമ്പോൾ വ്യക്തി, സമൂഹം, കുടുംബം, പരിസ്ഥിതി, ഇങ്ങനെ ഓരോ മേഖലകളിലും അവർക്കുണ്ടായിരിക്കേണ്ട സമീപനങ്ങൾ, ബോധ്യങ്ങൾ, ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂം ട്രെയിനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ ഫോർമേഷൻ പുരോഗമിക്കുന്നത്. 3 വർഷമായിട്ട് ഓരോ സ്റ്റേജിലൂടെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഈ പ്രോഗ്രാമിൽ ഏറ്റവും ഒടുവിൽ 10 ദിവസത്തോളം നിലയ്ക്കൽ എന്ന വനമേഖലയിൽ അവിടെ ഒരു സെൻറ്ററിൽ താമസിച്ചായിരുന്നു കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തത്. ഒരു വ്യക്തി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ, അത് കുടുംബത്തിൽ എത്രത്തോളം പോസിറ്റീവ് എനർജി പകരണം, അതിലൂടെ സമൂഹത്തിന് എത്രത്തോളം ക്രിയാത്മകമായി ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സാന്നിധ്യം പ്രയോജനപ്പെടണം എന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് പരിസ്ഥിതിക്കെതിരായ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിയുടെ നാശം വളരെ അധികമായിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ മേഖലയിൽ പ്ലാസ്റ്റിക് നിരോധനം തുടങ്ങി വനമേഖലയുടെ സംരക്ഷണം, പച്ചപ്പ് വീണ്ടെടുക്കൽ തുടങ്ങി ഓരോ മേഖലകളെക്കുറിച്ചും വ്യക്തമായ ബോധ്യങ്ങൾ ഇന്ന് കുട്ടികൾക്ക് ഈ ഞങ്ങളുടെ കലഡോസ്കോപ്പ് ടീൻസിലെ ഓരോ കുട്ടിക്കും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. തങ്ങൾക്ക് ദൈവം നൽകിയ ജീവിത സൗകര്യങ്ങളുടെ മഹത്വം മനസ്സിലാക്കുവാനും ഒപ്പം മനുഷ്യരുടെ പലതരത്തിലുള്ള ജീവിത രീതികളെ മനസ്സിലാക്കി കൊടുക്കുവാനും ഇവർ പരിശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത്. വസ്ത്രത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടനുഭവിക്കുന്നവരെ എങ്ങനെ സഹായിക്കാമെന്നും ഈ പ്രോഗ്രാമിലൂടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. പ്രകൃതി സ്നേഹം വളർത്താൻ, പ്രകൃതിയുടെ മഹത്വം മനസ്സിലാക്കുവാനും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും പരിസര ശുചീകരണം കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്.
തിന്മ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു നന്മ ചെയ്യുകയാണെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആപ്തവാക്യമെന്ന് പറയാം. ഇതുവരെ ജീവിച്ച രീതിയിലല്ല. വി ലീവ് ലൈക്ക് നെവർ ബിഫോർ എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങളുടെ ഇടയിലുണ്ട്. ഇവിടെ കുട്ടികൾ അവർ പരിശീലിക്കുന്ന പല പാഠങ്ങളും അവരുടെ ജീവിതത്തിൽ വീണ്ടും ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ഇവർ തിയേറ്റർ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ആ ഒരു തിയേറ്റർ ചെയ്യുന്നത് വഴി ഇവരുടെ ഉള്ളിൽ വളരെ നല്ല മൂല്യങ്ങൾ ഉറയ്ക്കുന്നുണ്ട്. അത് വീണ്ടും എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഇവർ പ്രസംഗ പരിശീലനം, അങ്ങനെയുള്ള കുറേ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെയും ഇവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു മൂല്യം പകരുന്നുണ്ട്. വീട്ടിലെ സാഹചര്യങ്ങൾ, കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒത്തിരി ദുഃഖമനുഭവിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ എങ്ങനെ ക്രിയാത്മകമായിട്ട് ആ സാഹചര്യങ്ങളോട് പ്രതികരിക്കാമെന്നവർ പഠിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഉദാഹരണമായിരിക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരിക്കലും ഇവരെ ഒരു ഫുഡ് വേസ്റ്റാക്കുന്നതിനെ പറ്റി 1-2 ചെറിയ ക്ലിപ്പിങ്ങുകൾ കണ്ടു. അന്ന് തലേദിവസം അവർ വേസ്റ്റാക്കിയ ഫുഡിന് പരിഹാരമായിട്ട് പിറ്റേ ദിവസം ചായയ്ക്ക് ഒരു സ്നാക്സ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ പണം അവർ സ്വയം എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ജനറൽ ആശുപത്രിയിലെ നിർധനരായിട്ടുള്ള രോഗികൾക്ക് കൊടുക്കാനായിട്ട് അവർ തയ്യാറായി. അങ്ങനെ വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ അവർ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നുണ്ട്. ഇനി അവർ കഴിഞ്ഞ ദിവസം ചെയ്തത്, മുൻപ് നട്ട ഒരു 15 മരങ്ങൾ വീണ്ടും അവർ പോയിട്ട് ആ മരങ്ങളുടെ ചുവട് കിളച്ച് വൃത്തിയാക്കി അതിന് വീണ്ടും അതിന് വളവിട്ട് പോരുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. പിന്നെ അധികം കുട്ടികളെ ഇതിൽ എടുക്കാത്തതിൻ്റെ ഒരു കാരണം, ഈ കുറച്ച് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കുറേ കൂടെ സൗകര്യമുണ്ട്. അത് വളരെ നന്നായിട്ട് ആ കുട്ടികൾ ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ കൂട്ടായ്മയുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ചെറിയൊരു സ്വപ്നം, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ കലിഡോസ്കോപ്പ് ഈ ഒരു യുവജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഏറ്റവും വലിയൊരു സ്വപ്നം, അത് വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ, ഈ വളർന്നു വരുന്ന കുട്ടികളെ ആരും നാളെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കി മാറ്റുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഒരു ചെറിയ മുറുക്കാൻ കട ഇട്ടാൽ പോലും അവിടെ വരുന്ന വ്യക്തികൾക്ക് ഒരു പ്രകാശം പരത്തുന്നവരാക്കി ഈ കുട്ടികളെ മാറ്റുക. ഇന്ന് ഇതൊരു കൂട്ടായ്മയായിട്ട് രൂപപ്പെട്ടത് പോലും ഇത് ഇങ്ങനെ ചിന്തിച്ചാരംഭിച്ചതല്ല. ഇതൊരു സ്വാഭാവികമായിട്ട് ഒരു പുഴ ഒഴുകി വരുന്നത് പോലെ വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു പരിണാമദശയാണ് ഈ 15 പേര് ഇവിടെ വന്ന് ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ. ഈ വർഷമായപ്പോഴാണ് ഈ 15 പേരിലേക്ക് എത്തിച്ചേർന്നത്. തുടങ്ങിയപ്പോൾ 15 പേരില്ല. പക്ഷേ അത് സ്വാഭാവികമായിട്ട് ആരംഭിച്ച ഒന്നാണ്. ആരംഭിച്ച ഈ ഒരു പ്രക്രിയ നാളെ ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ടോ ഒരു സംഘടനയാക്കിയോ മാറ്റണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹവുമില്ല. എന്ന് സ്നേഹവും കനിവുമൊക്കെ ഏത് കാലത്തോളം ഞങ്ങൾക്ക് ഇടയിലും പരസ്പരമുള്ള ആശയവിനിമയത്തിലും സാധ്യമാകുന്നു അത്രയും കാലം ഇത് മുന്നോട്ട് പോകട്ടെ. മുന്നോട്ട് പോകുന്ന അത്രയും കാലം ഈ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സ്നേഹത്തിൻ്റെയും കനിവിൻ്റെയും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമുള്ള സ്വപ്നങ്ങളേ ഉള്ളൂ. നാളെ ഇതിലൂടെ വലിയൊരു ലക്ഷ്യം സാധ്യമാക്കാമെന്നുള്ളത് ഒരു അജണ്ടയായിട്ട് മുന്നിലില്ല. അത് രൂപപ്പെട്ട് വരുന്ന രീതിയിൽ പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം. എന്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു യുവതലമുറ നമുക്ക് മുമ്പിലുണ്ട്. എന്നാൽ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഈ കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കുണ്ടായ പ്രചോദനം എന്തായിരുന്നു? യുവാക്കളുടെ ഇടയിൽ പൊതുവെ ഒരു തിരക്കിൻ്റെ അരൂപിയാണ് കാണുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാം, പെട്ടെന്ന് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ, ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു മൾട്ടി ടാസ്കിങ് ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് അത് നിർത്തിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്കും ഇത് സമൂഹത്തിനോട് അല്ലെങ്കിൽ എനിക്ക് തരുന്ന സമൂഹത്തോട് നമുക്ക് ഉള്ള ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്ന് വെച്ചാൽ കൊണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ ഇത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇതൊരു കടമയായിട്ട് കണ്ടുകൊണ്ട് മറ്റുള്ള യുവജനങ്ങളും ഇതിലേക്ക് കടന്നു വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫോർമേഷന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ കൊണ്ട് ഈ ടീൻസിന് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ കതിരെ കൊണ്ട് വളം വയ്ക്കാതെ കുറച്ചുകൂടെ നേരത്തെ തന്നെ, ചെറുപ്രായത്തിൽ തന്നെ, ടീനേജിൽ തന്നെ ഇതിനൊരു ഫോർമേഷൻ കൊടുത്തുകൊണ്ട് യൂത്ത് ആകുമ്പോൾ അവർ പിന്നീട് ഈ ടീൻസിനെ കൊണ്ടുവരാനും, ഇപ്പോൾ ആ ടീൻസ് കിഡ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി കിഡ്സ് ഇപ്പോൾ ഇനി 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരും. രക്തദാനവും പ്രകൃതി സ്നേഹവും പരിസര ശുചീകരണവും കൊണ്ട് മാത്രം നമ്മുടെ കുട്ടികളിലെ നന്മയുണ്ടാക്കാൻ സാധിക്കുമോ? ഒരിക്കലും അങ്ങനെ ഒരു നന്മയുണ്ടാവില്ല. ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു സമഗ്രമായ വളർച്ചയാണെന്ന് ആദ്യമേ വ്യക്തമാക്കിയിരുന്നല്ലോ.
വേറിട്ട വഴികളിലൂടെ നടക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത രീതികളിൽ ഇവിടെ വരുന്ന കുട്ടികളിൽ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളിൽ സാമ്പത്തികമായിട്ട് ഉയർന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇവർ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അപജയം എന്ന് പറയുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ വളരെ കാര്യമായി കെയർ ചെയ്ത് വളർത്തുമെന്ന് അവകാശപ്പെടുമ്പോഴും കൃത്യമായിട്ട് ഒരു സ്വഭാവ രൂപീകരണമോ കൃത്യമായിട്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കേണ്ടതെന്നോ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ വരുന്ന ഈ കുട്ടികളിൽ ഒരാൾ പോലും ഇനി നാളെ പറയില്ല സമ്പത്താണ് ഏറ്റവും വലിയ മൂല്യമെന്ന്. കാരണം അതിനെ അവർ അതിജീവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസം ഇനി ഉണ്ടാവില്ല. പരസ്പരം അവർ ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലൂടെ അവർ ചെയ്യുന്ന ഓരോ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ആ രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവരൊന്നാണെന്നുള്ളൊരു ഫീലിംഗ് വളരെ നന്നായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്നതിൽ നിന്ന് മാറി എനിക്ക് എൻ്റെ ലോകവും നിൻ്റെ ലോകവും ഇനി മുതൽ ഒന്നാണ് എന്ന് പറയുന്ന ഒരു നന്മയിലേക്ക് ഈ കുട്ടികളെ 3 വർഷം കൊണ്ട് എത്തിക്കാൻ പറ്റി എന്നുള്ളതിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതിൻ്റെ ചില എക്സ്പ്രഷൻസ് മാത്രമാണ് ഈ ബ്ലഡ് ഡൊണേഷനും പരിസര ശുചീകരണവും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമൊക്കെ. സത്യത്തിൽ ഇവരുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന നന്മയെന്ന് പറയുന്നത് ഇതിനേക്കാളും വളരെ വളരെ വലുതാണ്. അതിനെയും പല രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാവും. അതേത് രീതിയിൽ പോകണമെന്ന് ഒരു ഡിസൈൻ ചെയ്യുക ഞങ്ങളുടെ ലക്ഷ്യമല്ല. പലരും അങ്ങനെ ഡിസൈൻ ചെയ്ത് ആ രീതിയിലേക്ക് വിടുന്നുണ്ടാവും. ഇത് ഇവരിൽ നിന്ന് വരുന്ന എഫേർട്സാണ്. ഇവർ തന്നെ പറയുന്നു നാളെ ഞങ്ങൾ ഒരു അനാഥാലയത്തിൽ പോകാം, ഒരു മാസത്തിലൊന്ന് അവർ തന്നെ നേരിട്ട് പോയി ആ അനാഥാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് മാസത്തിലൊന്ന് 2 മണിക്കൂർ വീതം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്യും എന്ന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇവർ അടുത്തുള്ള 1-2 ഇടവകകളിൽ പോയി സൺഡേ സ്കൂളിലെ കുട്ടികളെ ഭക്ഷണം വേസ്റ്റാക്കുന്നതിനെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ കോളനികളിൽ പോകാറുണ്ട്. അവിടെയുള്ള കൊച്ചു കുട്ടികളെ ബേസിക് ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിപ്പിക്കാം, കുറേ പാട്ടുകൾ പഠിപ്പിക്കാം. അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേത് എക്സ്പ്രഷൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ അവർ പ്രാപ്തരായി. ഇനി ഈ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ്. ഈ ഒരു സാഹചര്യത്തിലേക്ക് അവരെ വിടാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇവർ വളരെ മനോഹരമായിട്ട് ചില പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും ആ പോസ്റ്ററുകൾ വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട്. ഞങ്ങൾ കണ്ടതിലും വലിയൊരു ലോകം അവരുടെ ഉള്ളിലുണ്ട്. ഞങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിലും വലിയ സ്വപ്നം അവരുടെ കണ്ണുകളിലുണ്ട്. ആ സ്വപ്നങ്ങൾ നാളെ ഏത് തരത്തിൽ വരാൻ പറ്റുമെന്ന് കാലത്തിനും തമ്പുരാനും മാത്രമേ പ്രവചിക്കാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. ഈ പക്ഷിയല്ല പറക്കം പറ്റുന്നത്, ഒരു മുട്ടയാണ് പറക്കം പറ്റുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു ഫലത്തേക്കാൾ വലുതാണ് വിത്ത്. ഒരു ചീഞ്ഞ ആപ്പിളിലെ കുരുവിനെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും, പക്ഷേ ഈ കുരുവിൽ എന്തുമാത്രം ആപ്പിളുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നിശ്ചയമായിട്ടും ഈ 54 പേരിൽ ഒരു 35 പേര് എപ്പോഴും ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അവരിൽ തീർച്ചയായിട്ടും ഈ നന്മകളുണ്ടെന്ന് 100% ആത്മാർത്ഥതയോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഈ യുവജനങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം, ഇവരുടെ സാഹചര്യങ്ങൾ തികച്ചും വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളും വളരെ ദുർഘടകം പിടിച്ച അവസ്ഥകളിൽ നിന്നുമാണ് ഇവർ കുറച്ച് സമയം മാറ്റിവെക്കുന്നത്. അതിന് വലിയ വിലയുണ്ട്. ആ വിലയ്ക്ക് നാളെ ഒരു നന്മയുണ്ടാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ ഒരു സമൂഹത്തെ നാം വീക്ഷിക്കുമ്പോൾ കുറ്റവാളികളുടെ എണ്ണം ധാരാളം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലെ വാസ്തവമെന്ന് പറയുന്നത് ജ്ഞാനസ്നാന വെള്ളം തലയിൽ വീണ ധാരാളം കുട്ടികൾ അക്കൂട്ടത്തിലുമുണ്ട്. ഇവരിലുള്ള ഈ ആക്രമണ വാസനകൾ കുറയ്ക്കുവാനായിട്ട് നമ്മുടേതുപോലുള്ള ഈ കൂട്ടായ്മകൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ ഇന്ന് വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അത് ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ ഒരു തിരിച്ചു വ്യത്യാസമില്ലാതെ തന്നെ കുടുംബജീവിതത്തിൽ ഒരു മാതാവിനും പിതാവിനും എത്രമാത്രം സ്വാധീനം, കൃത്യതയോടും ഉത്തരവാദിത്വത്തോടും കൂടി തങ്ങളുടെ കുട്ടികളെ വളർത്താൻ പറ്റുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ക്രിമിനൽ വാസനകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇനി ഒരാളും ഈ ഭൂമിയിൽ ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല. കുട്ടി കുറ്റവാളി എന്ന് ഒരിക്കലും നമുക്ക് അവരെ പറയാനായിട്ട് യാതൊരു അവകാശവും നമുക്കില്ല. ഇവരെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇവരുടെ മാതാപിതാക്കൾക്കും പിന്നെ അവർ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾക്കും സമൂഹത്തിനുമുണ്ട്.
ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ജൂനൈൽ ഹോമുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ള കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ടീനേജേഴ്സിലാണെങ്കിലും തീർച്ചയായിട്ടും പല ആക്രമണ പ്രവണതകളുമൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ മറ്റൊരു നന്മ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. പല ദിവസവും രാവിലെ ഇന്നെന്താ പണിയെന്ന് ചോദിച്ചുകൊണ്ട് അവധിക്കാലത്ത് ആശ്രമത്തിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ ഒരു നന്മ അവരുടെ മുമ്പിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അതോടൊപ്പം ഈ ടീനേജേഴ്സിനെ പരിശീലിപ്പിക്കുന്നതിനോടൊപ്പം മാതാപിതാക്കൾക്കും ചെറുതെങ്കിലും ഒരു നല്ല പരിശീലനം നമ്മൾ നൽകാറുണ്ട്. അവിടെയും ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുത, മാതാപിതാക്കൾ ബ്രാക്കറ്റിൽ അപ്പനും അമ്മയും എന്ന് എഴുതിയാൽ പോലും ഭൂരിപക്ഷം കുഞ്ഞുങ്ങളുടെ അമ്മമാർ മാത്രമേ വരാറുള്ളൂ. ഇത് ഒരു കൂട്ടുത്തരവാദിത്തമാണ്. വളർന്നു വരുന്ന പ്രായത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും സാമീപ്യവും അവരുടെ സാഹചര്യങ്ങളിൽ അവരോടുള്ള സമീപനങ്ങളും വളരെ കൃത്യമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വവും നീതിയും ഒരിക്കലും മാതാപിതാക്കൾക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. നാളെ എൻ്റെ കുഞ്ഞിനെ ഡോക്ടറോ എൻജിനീയറോ ആക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തിൽ മാത്രം ഒരു അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ ഒരു ഫാക്ടറിയിലേക്ക് തള്ളിവിടുന്നത് പോലെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്നു, പഠിപ്പിക്കുന്നു. അത് മാത്രം ലക്ഷ്യമായിട്ട് മാറുമ്പോൾ ഇങ്ങനെയുള്ള ആക്രമണ വാസനകളുള്ള കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ കൂടുതൽ പെരുകും. ആ പ്രശ്നം കുഞ്ഞുങ്ങളുടെ അല്ല, മാതാപിതാക്കളുടെയും ഈ സമൂഹത്തിൻ്റേതുമാണ്. ആ ചിന്താഗതി മാറണം. എനിക്ക് നിശ്ചയമായിട്ടും ഉറപ്പുണ്ട് ഈ വളർന്നു വരുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളിൽ ഒരാൾക്കും ആ ചിന്താഗതിയിലേക്ക് എത്താനുള്ള ദൂരം വളരെ അകലെയാണ്. അതിൽ നിന്ന് അവരൊത്തിരി മാറി. കാടിനെ സംരക്ഷിക്കുക, മരങ്ങൾ വെട്ടിമുറിക്കാതിരിക്കുക, പ്രകൃതിക്ക് ജീവജലമാകുന്ന മഴയെ സമൃദ്ധമായി പെയ്യാൻ അനുവദിക്കുക എന്ന സന്ദേശം കുട്ടികൾക്ക് പകരാൻ പത്തനംതിട്ടയിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് വലിയ റാലി നടത്താൻ കഴിഞ്ഞതും ഈ യുവാക്കളുടെ ഒരു വിജയമാണ്. We, the kaleidoscopic teens. We, the kaleidoscopic teens. Finding ways for the right means to make the world a better place. Finding ways for the right means to make the world a better place. Believers, believers, we create a better world. Believers, believers, we create a better world. Dream the dream to bring the change, we being the change itself. Dream the dream to bring the change, we being the change itself. Believers, believers, we create a better world. Believers, believers, we create a better world. ജീസസ് യൂത്ത് പോലുള്ള വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ഇവർക്ക് ലഭിച്ച ഊർജം, ആത്മീയ വെളിച്ചം ഈ ഭാവി തലമുറയിലേക്ക് പകർന്നു നൽകാൻ പ്രതിഫലേച്ഛ കൂടാതെ അധ്വാനിക്കുന്ന ഈ യുവമനസ്സുകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രശംസകളും പ്രോത്സാഹനങ്ങളും വാരിക്കോരിക്കൊടുക്കേണ്ട ഒന്നായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു.